പ്രതിപക്ഷ നേതാക്കളുടെ തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങളും ചില വാക്കുകളും നീക്കി. ദൂരദർശനിലും ഓൾ ഇന്ത്യ റേഡിയോയിലും നടത്തുന്ന പ്രസംഗത്തിലാണ് നടപടി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ഫോർവേഡ് ബ്ലോക്ക് നേതാവ് G ദേവരാജൻ തുടങ്ങിയവരുടെ പ്രസംഗങ്ങളിലാണ് നടപടി സ്വീകരിച്ചത്. വർഗീയ സർക്കാർ, കാടൻ നിയമങ്ങൾ, മുസ്ലിം തുടങ്ങിയ പരാമർശങ്ങളാണ് ഒഴിവാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് നടപടിയെന്നാണ് വിശദീകരണം. നേതാക്കളുടെ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപാണ് വാക്കുകൾ ഒഴിവാക്കണമെന്നും ദൂരദർശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം എന്ന വാക്കും യെച്ചൂരിയോട് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു. വിചിത്രം എന്ന് പറയട്ടെ, എന്റെ പ്രസംഗത്തിൽ ഹിന്ദി പതിപ്പിൽ അവർ ഒരു തെറ്റും കണ്ടെത്തിയില്ല. അത് യഥാർത്ഥ ഇംഗ്ലീഷിൽ വിവർത്തനം മാത്രമായിരുന്നു. എന്നാൽ അവരുടെ നിർദ്ദേശപ്രകാരം ഇംഗ്ലീഷ് പതിപ്പ് പ്രസിദ്ധീകരിച്ചു. സീതാറാം യെച്ചൂരിയുടെ വാക്കുകളാണിത്. വിവാദമായ പൗരത്വ ഭേദഗതി നിയമത്തിലെ വിവേചനപരമായ വകുപ്പുകളെ പരാമർശിക്കുന്ന ഒരു വരി തന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നുവെന്ന് G ദേവരാജൻ പറഞ്ഞു. മുസ്ലിം എന്ന വാക്ക് നീക്കം ചെയ്യണമെന്ന് അവർ എന്നോട് പറഞ്ഞു. പൗരത്വത്തിന് അർഹതയുള്ള മറ്റെല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളെയും നിയമത്തിൽ പരാമർശിക്കുന്നതിനാൽ മുസ്ലിങ്ങളോടുള്ള വിവേചനം തുറന്നു കാട്ടാൻ ഈ വാക്ക് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്നെ അനുവദിച്ചില്ലെന്നും ദേവരാജൻ വ്യക്തമാക്കി.